ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞത് ചെയ്യുന്നൊരു കോഴ്സ് ഉണ്ട്. ഇതിൽ ഞാൻ BA എക്കണോമിക്സ് ചെയ്തു. ആ ഒരു ബിലോപ്രജ ഓന് പറയാൻ എനിക്കും അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വട്ടപൂജയും തോന്നി എന്തായാലും നിങ്ങൾക്ക് പണി കിട്ടും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ബോത്ത് ഗ്രൂപ്പ് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. CA എന്ന കോഴ്സ് നമുക്കൊക്കെ അറിയാം, ആളുകൾ ഭയങ്കര ടഫായിട്ട് കാണുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ CA എന്നുള്ള കോഴ്സ് +2 കൊമേഴ്സ് പഠിച്ച കുട്ടികൾ, അല്ലെങ്കിൽ +2 സയൻസ് പഠിച്ച കുട്ടികൾ, അതും അല്ലെങ്കിൽ BCom കഴിഞ്ഞ കുട്ടികളൊക്കെയാണ് ഈ കോഴ്സിലേക്ക് പൊതുവിൽ വരാറ്. അപ്പോൾ ഇതല്ലാത്ത ഒരു കൊമേഴ്സുമായി ബന്ധമില്ലാത്ത നോൺ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് ഈ കോഴ്സിലേക്ക് വന്നാൽ അവർക്കത് എങ്ങനെയാണ് ഈ കോഴ്സുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമ്മളെ ഒരു സ്റ്റുഡൻറ്റ് നമ്മളെ കൂടെ ഉണ്ട്. കാസർഗോഡുള്ള ശ്രീജിത്ത് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആളോട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ആ ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് നമുക്ക് ശ്രീജിത്തിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം ശ്രീജിത്ത്. താങ്ക് യു സാർ. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു കോഴ്സ് എന്നാണ്, CA എന്നുള്ള കോഴ്സ് എന്നാണ് മനസ്സിൽ ഇങ്ങനത്തെ ഒരു ആഗ്രഹം വന്നത്? അത് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് സാർ. ഡിഗ്രി ഞാൻ BA എക്കണോമിക്സ് ചെയ്തു. BA എക്കണോമിക്സ് നെഹ്റു കോളേജ് കാഞ്ഞങ്ങാണ്ടിൽ. അവിടെ എന്നുവെച്ചാൽ കിട്ടി, മെറിറ്റ് സിറ്റ് ആയിരുന്നു. +2 മാർക്കുകളുണ്ട്, മെറിറ്റ് സിറ്റ് കിട്ടി, പോയി പഠിച്ചു. എന്നുവെച്ചാൽ താല്പര്യം കൊണ്ടൊന്നും പോയല്ല, ഒരു ഡിഗ്രി ആയിട്ട്. എന്നുവെച്ചാൽ പൊതുവെ ഒരു ധാരണ ഉണ്ടല്ലോ ഡിഗ്രി വേണം, ആ ഒരു ധാരണ ഞാൻ പഠിക്കാൻ പോയി. ഡിഗ്രി ഒരു സെക്കൻഡ് ഇയർ ആകുമ്പോൾ വെച്ചാൽ കൊറോണ ബാച്ച് ആയിരുന്നു ഞങ്ങൾക്ക്. ഫസ്റ്റ് ഇയർ കുറച്ച് കിട്ടി, പിന്നെ കൊറോണ കാരണം ഒന്നും കിട്ടിയില്ല. കോളേജ് ലൈഫും ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ തേർഡ് ഇയറിൽ അടുപ്പിച്ച് എക്സാം ആയിരുന്നു, ക്ലാസ് കുറവായിരുന്നു. സെക്കൻഡ് സെം തേർഡ് സെം കഴിഞ്ഞപ്പോഴാണ് ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞത് ചെയ്യുന്നൊരു കോഴ്സ് ഉണ്ട്. അറിയാം, കൂടുതലൊന്നും അറിയില്ല. ഇന്റർ കഴിഞ്ഞാൽ തന്നെ ഗൾഫിലോട്ട് പോയാൽ ഏകദേശം ഒരു 45,000 സാലറികളും കിട്ടും ഇങ്ങനെ കേട്ടു. എന്നുവെച്ചാൽ അവൻ തന്നെ ഗ്യാരണ്ടി പറയാ എന്തായാലും നിങ്ങൾക്ക് പണി കിട്ടും. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ട് പറഞ്ഞാൽ പിന്നെ പണി കിട്ടും ഉറപ്പുണ്ട്, പിന്നെ എന്താ കഷ്ടപ്പെട്ടാന്നൊരു കുഴപ്പമില്ലാതെ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ അവൻ കളിയാക്കാൻ പറഞ്ഞത് വെച്ചാൽ ഞാൻ ഒരു ബിലോപ്രജ ഓന് പറയാൻ എനിക്കും അറിയാം, കിട്ടൂല ഒരു മൈൻഡ് സെറ്റിൽ ഇങ്ങനെ പറഞ്ഞതാ. എന്റെ ഫ്രണ്ടാ അത്. അപ്പൊ ഞാൻ ഇത് പഠിക്കാന്ന് വിചാരിച്ചു. അത്ര പഠിക്കണമെങ്കിലും ഫണ്ട് വേണമല്ലോ, എന്നുവെച്ചാ വെറുതെ ആരും തരില്ല അന്നും. അപ്പൊ ഞാൻ പിന്നെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല ഡിഗ്രി. എന്ന് വെച്ചാൽ 2 സെം സപ്ലൈ ആയിരുന്നു. അങ്ങനെ അപ്പോൾ വീട്ടിൽ പറയാനൊരു മടിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ എന്തായാലും എഴുതിയെടുക്കും. വീട്ടിൽ എന്നാലും പറയാൻ പഠിക്കാൻ പോയിക്കോന്നു. എന്ത് പഠിക്കാൻ CA എന്നുള്ളത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഏകദേശം തേർഡ് ഇയറിൽ തന്നെ വന്നു. എന്നാൽ ഡിഗ്രി പൊട്ടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ചിന്തിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഡിഗ്രി ഇല്ല, പിന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലും ഫെയിലാണ്. അത്യാവശ്യം ഡിഗ്രി ഫെയിലാ. ആ സമയത്ത് ക്ലിയർ ചെയ്തില്ല. പിന്നെ എഴുതിയെടുക്കാം, സപ്ലൈ ഉണ്ടല്ലോ, അങ്ങനെ എഴുതിയെടുത്തു. പിന്നെ എന്താ പറഞ്ഞാൽ വർക്കിന് പോകണമെന്ന് ആഗ്രഹം. ഫണ്ട് ഉണ്ടാക്കാൻ വർക്കിന് പോകണം, പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യണം. ഞാൻ ഏകദേശം 8ാം ക്ലാസ് തൊട്ട് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയതാണ്. എന്നുവെച്ചാൽ അവൻ്റെ പഠിത്തത്തിൻ്റെ ചിലവ് മൊത്തം ഞാൻ തന്നെ നോക്കിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതിനു വേണ്ടി തന്നെ ഒരു ഫണ്ട് ഉണ്ടാക്കാം, പഠിക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ ഉടനെ അതിനുശേഷം CA പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പഠിക്കാനുള്ള ചെലവിനും വേണ്ടിയിട്ട് ജോലിക്ക് പോയി. എന്നുവെച്ചാൽ എൻ്റെ ഒരു പ്ലാൻ സെറ്റ് ആയിരുന്നു. നമുക്ക് എത്ര ഫണ്ട് വേണം ഞാൻ തീരുമാനിച്ചു. ഫണ്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഏകദേശം 3 അറ്റംപ്റ്റിനുള്ള ഫണ്ടാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചത്. ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യണമെന്ന് അറിയാം, റിപ്പീറ്റിന് ഇത്ര ഫണ്ട് വേണമെന്ന് അറിയാം. അപ്പോൾ ഏകദേശം എന്ന് വെച്ചാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിൽ വേറെ ആരും സപ്പോർട്ട് ചെയ്യില്ല, പൊട്ടിയ ഒരാൾക്ക് തീരെ സപ്പോർട്ട് ചെയ്യില്ല ആരും. അതുകൊണ്ട് റിപ്പീറ്റിനും കൂടി ഇത് ചെയ്യണം. അതിനനുസരിച്ച് ഡ്രോപ്പ് ചെയ്ത് പിന്നെയും പണിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കാൻ. CA ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ആവൂല എന്നുള്ളത് കൊണ്ട് ഡിഗ്രി BA എക്കണോമിക്സ് ആണ്. അക്കൗണ്ട്സിന്റെ ഒരു ബേസ് ഇല്ല, പിന്നെ ഏത് സബ്ജക്റ്റും നമുക്ക് അറിയില്ല. ഇൻകം ടാക്സ് ആണെങ്കിൽ ലോ ആണെങ്കിൽ BCom പഠിച്ച ആൾക്ക് ഒരു ബേസ് ഉണ്ടാവും. ഞാൻ BA എക്കണോമിക്സ് അല്ല, എന്ന് വെച്ചാൽ BCom എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു, കിട്ടിയില്ല. എന്ന് വെച്ചാൽ ഗവൺമെന്റ് ജോലി കിട്ടുന്ന മിനിമം 95 മാർക്ക് വേണം. ഞാൻ ഒരു 90 കിട്ടിയായിരുന്നു. ഇംഗ്ലീഷ് നല്ലോണം വീക്കായിരുന്നു. ഇംഗ്ലീഷിൽ മാർക്ക് കുറഞ്ഞു. എന്ന് വെച്ചാൽ ബാക്കി എല്ലാത്തിലും A+ ഉണ്ട്, ഇംഗ്ലീഷിൽ പോയി കുറഞ്ഞു. +2 ആയതുകൊണ്ട് കിട്ടിയില്ല, എവിടെയും സീറ്റ് കിട്ടിയില്ല. പിന്നെ ഒന്നും ശരിക്കും ബെറ്റർ അല്ലേ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞിട്ട് ആ ഒരു മൈൻഡ് സെറ്റിലാണ് BA എക്കണോമിക്സ് എടുത്തത്. അപ്പൊ ജോലി ചെയ്യുന്നതിന് ഇടയ്ക്കാണ് ഇപ്പൊ ഇത് പഠിക്കാൻ പറ്റിയ സ്ഥലങ്ങളെ കുറിച്ച് ഫസ്റ്റ് കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടു, വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം കേട്ടായിരുന്നു. ഫീസെല്ലാം നല്ല ഭീമമായ ഫീസൊക്കെ കേട്ടു. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. അവർക്കൊരു അഡ്മിഷൻ കിട്ടിയ ആ ഒരു മൈൻഡിലാണ് അവർ പറയുന്നത്, അല്ലാതെ നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ ആരും ഉണ്ടായിട്ട. അപ്പോൾ ഞാൻ പറഞ്ഞ വട്ടപൂജയും തോന്നി. അപ്പോൾ അവിടെ പോയപ്പോൾ എന്താ വെച്ചാൽ പക്ക ഒരു എന്താ കോർപ്പറേറ്റ് ബോഡി സെറ്റപ്പ്. എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തോന്നിയില്ല, ഫുൾ സെറ്റപ്പാണ്. അതേപോലെ ഫീസും വാങ്ങുന്നുണ്ട്. അവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന എൻക്വയറി ചെയ്യുന്ന വരുന്ന കുട്ടികളെല്ലാം കണ്ടാൽ ഹൈ റിച്ച് പോലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല.
അപ്പോൾ ഫീസിൽ നിന്ന് ഇളവ് കിട്ടോ ചോദിക്കും പറയുമ്പോൾ എന്ന് വെച്ചാൽ ഫീസിൽ നിന്ന് ഇളവ് വന്നാൽ വേറെ ആൾക്ക് കൊടുക്കേണ്ടി വരും. ഈ ഫീസിന് ഇളവ് കൊടുത്തിട്ടില്ലെങ്കിൽ പഠിക്കാൻ ആൾക്കാരുണ്ട് ഒരു മൈൻഡ് സെറ്റിൽ അവർ സംസാരിച്ചത്. പിന്നെ ലോ ആൻഡ് സബ്ജക്റ്റിനെ കുറിച്ച് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ലോക്ക് ഇംഗ്ലീഷ് നല്ല ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് വെച്ചാൽ ഇംഗ്ലീഷ് തീരെ എനിക്ക് അറിയില്ല. ആണ് ഓപ്പൺ ആയിട്ട് പറയാം. എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ഞാൻ ലോ എന്നൊരു കൺസേൺ ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചോദിച്ചു തുടങ്ങി ലോ പ്രൊവിഷൻ അതുപോലെ തന്നെ എഴുതേണ്ടി വരും. അപ്പൊ ലോ കുറച്ച് ഇംഗ്ലീഷിൽ അറിയേണ്ടി വരും. അപ്പൊ എനിക്ക് പേടിയാണ്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കൂടെ പോയത് എൻ്റെ കൂടെ എനിക്ക് ഒരിക്കലും ഞാൻ പോയത് ഫ്രണ്ട്സിന്റെ കൂടെ. പാരൻസിനെ ഞാൻ എവിടെയും കൊണ്ടുപോയിട്ടാ. അപ്പോൾ ഫ്രണ്ട്സിനെ കൊണ്ടുപോയപ്പോൾ എൻ്റെ ഫ്രണ്ട് കോളേജ് പഠിച്ച എൻ്റെ സുജിത്ത് എന്ന ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഓനെ കൊണ്ടുപോയിട്ട് എൻക്വയറി ചെയ്തത്. അപ്പൊ ഓനൊരു നെഗറ്റീവ് അടിച്ചു. എന്ന് വെച്ചാൽ ഇവരിങ്ങനെ പറയുമ്പോൾ പേടിയായി. റിസ്ക് എടുക്കണം വെച്ചാൽ അവനും ഒരു എന്നോട് സംശയിപ്പിച്ചു ചെയ്യണോ മാത്രം ചെയ്യണം എന്ന് ഉറപ്പിച്ചു. ഇവിടെ ചെയ്യണമെന്ന് ഡൗട്ട് ആയി പോയി. എന്നുവെച്ചാൽ സക്സസ് കാണണമെന്ന് അവന്റെ ആഗ്രഹം. അപ്പോ പറഞ്ഞു എന്തായാലും എഫേർട്ട് ഇടുക, കിട്ടിയില്ലെങ്കിൽ പോട്ട്. എഫേർട്ട് ഇടാതെ കിട്ടിയിട്ട് അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു കാര്യത്തിൽ നമ്മൾ എഫേർട്ട് ഇടണം, ഇറങ്ങിത്തിരിക്കണം. പിന്നെ നടന്നിട്ട് അതിന് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോ അവിടെ ഞാൻ മാറി എന്നുവെച്ചാൽ രണ്ടും എന്നിട്ട് അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇവിടെ വരുന്നത്. കാൽസാറിനെ കണ്ടു. കാൽസാറിനെ കണ്ടപ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി. ഇവിടെ വന്ന ആൾക്കാരാണെങ്കിലും അങ്ങനെയുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ള ആൾക്കാരും വരുന്നു തോന്നി. പാസ്റ്റോളി പറഞ്ഞാല് പൈസക്ക് വില തോന്നില്ല. എന്റെ ബഡ്ജറ്റ് ഒന്നും ഫീസായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ. അപ്പൊ ഞാൻ സാറിനോട് സംസാരിച്ചത്, സാറിനോട് ഇതേ കൺസേൺ പറഞ്ഞു. അവിടെ ലോൺ ഇംഗ്ലീഷ് പറഞ്ഞു. സാർ പറഞ്ഞത് ഉനൈസ് സാറിനെ കുറിച്ചുള്ള സ്റ്റോറി എല്ലാം പറഞ്ഞു. എന്നുവെച്ചാൽ സാറ് 10ാം ക്ലാസ് തോറ്റിട്ടാ പിന്നെ ചെയ്യാന്നുള്ള സക്സസ് സ്റ്റോറിയും സാറ് പറഞ്ഞപ്പോഴെ തോന്നി. 10ാം ക്ലാസ് ഫുൾ A+ വാങ്ങിയ എനിക്ക് പറ്റിയില്ലെങ്കിൽ മൈൻഡ് സെറ്റ് ഞാൻ വന്നു. വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടും എന്നൊരു ദൈവം പറഞ്ഞൊരു പണിയെടുത്താൽ കിട്ടുന്ന ഒരു മൈൻഡിൽ ഞാൻ പിന്നെ ചേരാൻ തീരുമാനിച്ചു. അത്രയും ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും എല്ലാം പോസിറ്റീവ്. ഫാക്കൽറ്റീസിന്റെ മോട്ടിവേഷൻ സ്റ്റോറി കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് മോട്ടിവേഷൻ ആണ് സാർ. എന്നുവെച്ചാൽ എല്ലാരും കഷ്ടപ്പെട്ട് തന്നെ വന്നത്. കഷ്ടപ്പെടുന്ന ആരും വരില്ല മനസ്സിലായപ്പോ നമുക്കൊരു ചിന്ത ഉണ്ടായിരുന്നു വെച്ചാൽ എല്ലാരും നല്ല പഠിക്കുന്ന ആൾക്കാരാണ്, പഠിച്ച ആൾക്കാരാണ് ഇങ്ങനെ കിട്ടുന്നത്. അല്ല നമ്മളെപ്പോലത്തെ ലോക്കൽ സ്റ്റുഡൻസ് ഒന്നും കിട്ടില്ല എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ. പിന്നെ അപ്പൊ പിന്നെ എനിക്കൊരു ആഗ്രഹമായി ഫസ്റ്റ് അറ്റംപ്റ്റ് ഒന്ന് എഴുതി നോക്കാം. അപ്പോഴും കിട്ടും ഉറപ്പില്ല. ട്രൈ ചെയ്തു. ട്രൈ എന്നുവെച്ചാൽ തുടക്കം തൊട്ട് ഞാൻ പഠിച്ചു തുടങ്ങിയായിരുന്നു. വരുമ്പോ തന്നെ എൻ്റെ ഫോണ് ഞാൻ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് എല്ലാം ഒഴിവാക്കി. എന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോ ഒന്നും ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ല, എല്ലാം ഒഴിവാക്കി. ഇങ്ങോട്ട് വരുമ്പോ പോലും ഞാൻ പറഞ്ഞിട്ട് ആരോടും സിയൊക്കെയാണ് പഠിക്കാൻ വരുന്നത്. എന്ന് വെച്ചാല് പൊട്ടിയാ ചോദിക്കും എന്തായി വെറുതെ പോയതല്ലേ, കിട്ടുന്ന സിമ്പിൾ അല്ല. അപ്പോ ഇവിടെ വന്നപ്പോഴും ഫാക്കൽറ്റീസും പറഞ്ഞ അങ്ങനെ പറയണ്ട. എന്നുവെച്ചാൽ പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കാണ്ട, ഒന്ന് കൊടുക്കുക. ആ ഒരു മൈൻഡ് ഒക്കെ ഉണ്ടായിട്ടു. ചിലപ്പോ ചിലർക്ക് എന്തെങ്കിലും തോന്നുമായിരിക്കും. ഇപ്പൊ കുറെ തോന്നിയായിരുന്നു വെച്ചാൽ ഇത്രയെല്ലാം ഓപ്പൺ ആയി സംസാരിച്ചിട്ടും ഈ ഒരു കാര്യം മാത്രം തുറന്നു പറഞ്ഞില്ല. മാത്രം എൻ്റെ ഒരു മൈൻഡ്സിൽ അത് വേണ്ടാന്ന് തോന്നി. സക്സസ് ആയിട്ട് മാത്രം മുമ്പിൽ നിൽക്കാൻ ഒരു മൈൻഡിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് പഠിക്കാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത് എന്നുവെച്ചാൽ ഇവിടെ വന്ന സമയത്ത് തന്നെ സാറ് അക്കൗണ്ട്സ് തുടങ്ങി. അപ്പൊ അക്കൗണ്ട്സിന്റെ ബേസ് സാറ് നല്ല സിമ്പിൾ ആയിട്ട് ബേസ് കിട്ടി. പിന്നെ ഞാൻ അതിനേക്കാൾ മുമ്പ് ചെറിയൊരു അക്കൗണ്ടിങ് കോഴ്സ് ചെറുതും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറിയൊരു ബേസും കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ പഠിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ 2 വർഷം ജോലി എടുത്ത് പിന്നെ പഠിത്തത്തിലോട്ട് ഇരിക്കാൻ പറ്റൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. അത് മെയിൻ ഫാക്ടറാ. അതായത് ഒരു ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ പഠിക്കാന്നുള്ള ഫ്ലോയിലേക്ക് വീണ്ടും കയറാൻ ചിലപ്പോൾ പാടായിരിക്കും. അപ്പൊ ഇവിടെ ഫീസെല്ലാം കെട്ടിയിട്ട് പിന്നെ കയറാൻ പറ്റിയില്ലെങ്കിൽ ഒരു പേടിയിൽ ആ സമയത്ത് ഞാൻ തുടങ്ങിയിട്ട് ബേസ് പഠിക്കാൻ. എന്നിട്ട് ഇവിടെ വന്നിട്ട് തുടങ്ങി. അക്കൗണ്ട്സ് കുഴപ്പമില്ല. +2 ഒരു ബേസിൽ എനിക്ക് കുറച്ചും കൂടി കിട്ടാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഞാൻ കാസർഗോഡ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു കൗതുകമായി കാസർഗോഡ് ഭാഷയെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പാസ്റ്റോളി വന്നിട്ട് പാസ്റ്റോളി സിസ്റ്റം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഡെയിലി വന്നാൽ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് അസൈൻമെന്റ് വരും. എന്ന് വെച്ചാൽ അസൈൻമെന്റ് പറഞ്ഞാൽ ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഒരു സബ്ജക്റ്റിന്റെ 5 ക്വസ്റ്റ്യൻ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറയും. പിന്നെ ഓരോ വീക്ക് കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് ഇടും. അതും പഠിക്കാൻ കുറച്ചും കൂടി മോട്ടിവേഷൻ ആക്കും. പിന്നെ ക്ലാസ് കഴിഞ്ഞാലും സ്റ്റഡി ലീവ് ഉണ്ടെങ്കിലും മെന്റർ ചെയ്യാനും എല്ലാത്തിനും സപ്പോർട്ടിന് ആളുണ്ട്. ഒരു ബാച്ചിന് ഒരു മെന്റർ ഉണ്ടാവും. ആ മെന്റർ നമുക്ക് നല്ല സപ്പോർട്ട് ആയിരിക്കും. എന്നുവെച്ചാൽ എവിടെയാണ് വീക്ക് ആവുന്നത് അവിടെ പറഞ്ഞു തരും. അത് ഇപ്പോൾ ക്ലാസ് അങ്ങനെ അതേ ഒരു സിസ്റ്റത്തിന് സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് വൈൻഡ് ചെയ്തിട്ട് പിന്നെയുള്ള സ്റ്റഡി ലീവിന് ഇവിടെ സ്റ്റഡി ക്യാമ്പ് തുടങ്ങി. എന്ന് വെച്ചാൽ 90 ദിവസത്തെ സ്റ്റഡി ക്യാമ്പ്. അത് ഫസ്റ്റ് തുടങ്ങിയ അക്കൗണ്ട്സ് ആണ്. എന്ന് വെച്ചാൽ പക്കാ ഷെഡ്യൂൾ തരില്ല. എന്നാലും എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നെല്ലാം ഒരു ഐഡിയ ഉണ്ടാക്കി തരും. അതനുസരിച്ച് വെച്ചാൽ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മെന്ററെ കാണാം. എന്നിട്ട് അതിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ
ചില സമയത്ത് ഡെയിലി എക്സാംസ് മോക്ക് ടെസ്റ്റ് ഒരു 10 മാർക്ക് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. പിന്നെ ഒരു സബ്ജക്ട് കഴിഞ്ഞാൽ 100 മാർക്കിന്റെ മോക്ക്. അക്കൗണ്ട്സിന്റെ ഏകദേശം ഞാൻ 4 മോക്കെല്ലാം എഴുതിയായിരുന്നു. ടാക്സിന്റെ എഴുതിയായിരുന്നു കുറെ. എല്ലാ എക്സാം ഏകദേശം മിനിമം 3 മോക്കെങ്കിലും എഴുതിയായിരുന്നു പാസ് സ്റ്റോളിൽ നിന്ന്. അപ്പോൾ സ്റ്റഡി ക്യാമ്പ് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ആ സമയത്ത് പഠിക്കുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു സ്റ്റഡി ക്യാമ്പ് വർക്കൗട്ട് ആവുമെന്ന്. മാത്രം എല്ലാവരും പറഞ്ഞ പോലെ അതിന്റെ റിസൾട്ട് കണ്ടത് എക്സാം ഹോളിലാണ്. ആക്ടിങ് ചില ക്വസ്റ്റ്യൻസിൽ അങ്ങനെ വന്നു, അടിപൊളിയായിട്ട് എഴുതാൻ പറ്റി. പിന്നെ പറയുകയാണെങ്കിൽ ഉണൈ സാർ പറഞ്ഞൊരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെയാണ് ബെറ്റർ അല്ല തോന്നുക, വീട്ടിൽ പോയാൽ വീട്ടിലാണ് ബെറ്റർ തോന്നുക. ഒരു അക്കരെ പച്ച സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നിയായിരുന്നു വീട്ടിൽ പോയാൽ ഇതിനേക്കാളും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. മാത്രം പോയിരുന്ന മണ്ടത്തരായപ്പോട്ടി എന്ന് വെച്ചാൽ ഉച്ചക്ക് വരെ നമുക്ക് ഉറക്കം വരുന്ന സമയത്ത് വരും നമ്മളെ തട്ടി ഉണർത്താൻ മാനേജേഴ്സ് ഉണ്ടായിരുന്നു. ഉച്ചക്ക് പറഞ്ഞ എന്തായാലും ഒരു ചോറ് കഴിച്ചാൽ ഉറക്കം വരും, കിടന്ന് ഉറങ്ങിപ്പോകും. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഡെയിലി ഒരു ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് എന്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നിട്ട് ഒരു ദിവസം റെഡിയാക്കി തരും എന്തായാലും അത്. അപ്പോൾ എക്സാമിന്റെ തലേദിവസം വരെ ക്യാമ്പ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3 ദിവസമാണ് ഞങ്ങൾ വിട്ടത് ഞങ്ങൾ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അക്കൗണ്ട്സ് പഠിച്ചു പറഞ്ഞിട്ട് അതുവരെ മോക്കും എക്സാമും. മോക്ക് പറഞ്ഞാൽ ഈ സ്റ്റഡീൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ട് IC എക്സാം എങ്ങനെ നടക്കും അതുപോലെ മോക്കിട്ടായിരുന്നു. എന്നുവെച്ചാൽ ഓരോ ദിവസം പഠിച്ചിട്ട് പിറ്റേ ദിവസം എക്സാം, ഒരു ദിവസം എക്സാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിവിഷൻ ചെയ്യാനും എങ്ങനെ എഫക്റ്റീവ് ആയിരുന്നു. എല്ലാ എക്സാം അടിപൊളിയായിരുന്നു. എന്നുവെച്ചാൽ പൊതുവെ എന്താണെന്ന് വെച്ചാൽ CA കോഴ്സിന് വേണ്ടതെല്ലാം പേസ്റ്റോളിൽ തന്നിട്ടുണ്ട്. എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എല്ലാം ഹെൽപ്ഫുൾ ആയിരുന്നു. വെച്ചാൽ എക്സാം പൊതുവെ ടഫായിരുന്നു. വെച്ചാൽ ഫസ്റ്റ് എക്സാം അക്കൗണ്ട്സ് ആയിരുന്നു, നല്ല ലെങ്തി ആയിരുന്നു. ഈസി ക്വസ്റ്റ്യൻസ് ആണ്, മാത്രം ലെങ്തി ആയിരുന്നു. ടൈം മാനേജ്മെന്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലോ എൻ്റെത്. അപ്പോൾ ഞാൻ എഴുതാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടു, എന്നാലും ക്ലിയർ ചെയ്തു. ഫുള്ള് എഴുതി എല്ലാ എക്സാമും ഒറ്റ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. എല്ലാ എക്സാമും എഴുതി തീർക്കണം, ഒരിക്കലും ഡ്രോപ്പ് ചെയ്യില്ല. ഒരേ വേവ് ലെങ്ത്തിൽ പഠിച്ച എല്ലാ എക്സാമിനും എഴുതി. മാത്രം റിസൾട്ടിന് C ആണ്, IC ആണ്. ഒന്നും ഇത് കാണുന്നവര് എന്താണ് ഈ ഒരു നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു ആള്, അതായത് BA എക്കണോമിക്സ് കഴിഞ്ഞ ഒരാൾ CA ഇന്ററിലേക്ക് ഡയറക്റ്റ് എൻട്രി റൂട്ടിൽ വന്നിട്ട് ആള് പഠിച്ചതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പലരും ആശങ്കയോടെ നോക്കി കാണുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ബോത്ത് ഗ്രൂപ്പ് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. അപ്പോൾ ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നോൺ കൊമേഴ്സ് ആയിട്ടുള്ള ഒരു ആള് ഫൗണ്ടേഷൻ വന്നാൽ തന്നെ സ്ട്രഗിൾ ചെയ്യാറുണ്ട് പൊതുവിൽ. ഇന്റർമീഡിയറ്റ് ഡയറക്റ്റ് എൻട്രി ഒരു നോൺ കൊമേഴ്സ് ആൾ വന്നിട്ട്, ഒരു ബേസ് ഇല്ലാത്ത ഒരാൾ വന്നിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ബോത്ത് ഗ്രൂപ്പ് പോയത് അത് വലിയൊരു നേട്ടമാണ്. എന്താണെങ്കിലും ഇനി ഭാവിയിലും നല്ല ഉഷാറായിട്ട് നല്ലൊരു ഫേം സെലക്ട് ചെയ്യുക. അതിനുശേഷം CA ഫൈനൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇതുപോലെ ക്രാക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ചാർട്ടർ അക്കൗണ്ടന്റ് ആയിട്ട് വീണ്ടും ഓക്കെ.